ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വണ്ടിയിലിരുന്ന് കരയുന്ന രാധികയുടെ സങ്കടം കണ്ട് ദേവനാരായണൻ വണ്ടി നിർത്താനായി ആവശ്യപ്പെട്ടു. വണ്ടി നിർത്തിയ ഉടനെ തന്നെ രാധിക വീണ്ടും കരച്ചിൽ തുടരുന്നത് കണ്ട് ദേവനാരായണൻ ചോദിച്ചു, എന്താ മോളെ, എന്താ നീ കരയുന്നത്? അപ്പോഴേക്കും ദേവനാരായണനോട് മറുപടി ഒന്നും പറയാതെ രാധിക ഇരിക്കുന്നത് കണ്ടപ്പോ സുകുമാരി പറഞ്ഞു, അത് പിന്നെ വേറൊന്നും അല്ല ദേവ, ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നതല്ലേ പ്രിയങ്ക മോള്. പെട്ടെന്ന് പ്രിയങ്ക മോള് അരികിൽ നിന്ന് പോയതിന്റെ സങ്കടമാണ് എന്ന് രാധികയുടെ കരച്ചിലിന് കാരണം സുകുമാരി പറയുന്നത് കേട്ട് ദേവനാരായണൻ പറഞ്ഞു, അത് സാരമില്ല മോളെ, എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ മോളും ഇതുപോലെ അച്ഛനെയും അമ്മയെയും വേർപിരിഞ്ഞു പോകേണ്ടതല്ലേ. അന്ന് ഒരു ഇത് വല്ലാത്തൊരു വേദനയാണെങ്കിൽ പോലും പക്ഷെ ആ വേദനയ്ക്കും ഒരു സുഖമുള്ളതാണ്. അതൊക്കെ ജീവിതം അങ്ങനെയാണ് എന്ന് ദേവനാരായണൻ രാധികയെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥ സങ്കടം എന്താണെന്നുള്ള കാര്യം ഉള്ളിലൊതുക്കി വീണ്ടും സങ്കടത്തോടെ രാധിക ഇരിക്കുന്നത് കണ്ട് യശോദ രാധികയോട് പറഞ്ഞു, മോളെ, നീ വിഷമിക്കാതെ, അച്ഛനെ ഇനിയും മോള് സംശയമൊന്നും ഉണ്ടാക്കരുത്. അച്ഛന്റെ ഭാഗത്ത് ഇനിയും സംശയമുണ്ടായാൽ എന്താവും നമ്മുടെ അവസ്ഥയെന്ന് മോൾക്കറിയാവല്ലോ. അതുകൊണ്ട് മോള് സമാധാനത്തോടു കൂടി ഇരിക്കുക എന്ന് പറഞ്ഞ് ദേവനാരായണന് യാതൊരു തെറ്റിദ്ധാരണയും ഉണ്ടാകരുതെന്നും ദേവനാരായണൻ രാധികയുടെ കരച്ചിലിന് കാരണം അന്വേഷിക്കരുത് എന്ന ആഗ്രഹത്തിൽ യശോദ രാധികയെ സമാധാനപ്പെടുത്തി. അത് കേട്ട് രാധിക ശരിയമ്മയെന്ന് തലകുലുക്കി സങ്കടം മനസ്സിൽ ഒതുക്കി പിടിച്ച് രാധിക കാറിൽ തന്നെ ഇരിക്കണം. പിന്നീട് കാണുന്നത് വരുണും ഒപ്പം പ്രിയങ്കയും കണിമംഗലത്തേക്ക് വന്നെത്തുന്നു. അവർ കണിമംഗലത്തേക്ക് വന്നെത്തിയ ആ നിമിഷത്തിൽ കണിമംഗലത്തെ പെൺകുട്ടിയായി രാധികയെ പ്രിയങ്കയെ വരവേൽക്കാനായി തയ്യാറെടുത്ത് വേഗം അകത്തേക്ക് കയറിപ്പോയ ജയഭാരതി മുത്തശ്ശിയും പ്രിയങ്കയുടെ വരുണിന്റെ അമ്മ പത്മാവതിയും നിലവിളക്കും തട്ടവുമൊക്കെ റെഡിയാക്കി വേഗം വാതുക്കലേക്ക് എത്തി. ഊർമിളയും ചന്ദ്രശേഖറും കൽപ്പനയും റോഷ്നിയും ഒന്നും ഈ വിവാഹത്തിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ താല്പര്യം അവരുടെ അസംതൃപ്തി പുറമേ കാട്ടാതെ എല്ലാവർക്കും മുന്നിൽ വെറുതെ അഭിനയിച്ചങ്ങനെ നിൽക്കുമ്പോൾ അകത്ത് പോയ ജയഭാരതിയും പത്മാവതിയും ഒക്കെ ജയഭാരതി മുത്തശ്ശിയും പത്മാവതിയും ഒക്കെ തട്ടവും നിലവിളക്കുമെല്ലാം റെഡിയാക്കി വേഗം കുട്ടികളെ സ്വീകരിക്കാനായി വാതുക്കലേക്ക് എത്തി. സന്തോഷത്തോടെ പ്രിയങ്കയുടെ കയ്യിലേക്ക് ആ നിലവിളക്ക് കൊടുക്കുമ്പോൾ പ്രിയങ്ക കണിമംഗലം തറവാട് കണ്ടിട്ട് മനസ്സിൽ പറഞ്ഞു, ഇനി മുതൽ ഞാനാണ് ഈ വീട്ടിലെ റാണി. ഈ വീട്ടിലാണ് ഇനി എന്റെ സ്വപ്നങ്ങൾ ഞാൻ നെയ്തു കൂട്ടുന്നത്. ഇനി ഇവിടെ നിന്ന് വേണം എന്റെ സിനിമാ ലോകത്തേക്ക് എനിക്ക് പോകാൻ എന്ന് പ്രിയങ്ക മനസ്സിൽ കരുതി. അപ്പോഴാണ് ജയഭാരതി മുത്തശ്ശിയും പത്മാവതി അമ്മയും കൂടി അവിടേക്ക് എത്തി കുട്ടികളെ വരുണിനെയും ഭാര്യ പ്രിയങ്കയെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നത്. വരുൺ ആ സമയത്ത് തന്നെ കണ്ണിൽ ആ കെമിക്കൽ സ്പ്രേ ചെയ്തിരിക്കുന്നത് കൊണ്ട് കണ്ണിലെ കാഴ്ച നഷ്ടമായതിന്റെ ആ മൂടൽ മറ്റുള്ളവർക്ക് അറിയാതിരിക്കാനായി തന്നാലാകും വിധത്തിൽ വരുണും പരിശ്രമിച്ചു. അപ്പോഴേക്കും പത്മാവതി അമ്മ പ്രിയങ്കയുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോള് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറുക. അങ്ങനെ ആരതി ഒഴിഞ്ഞിട്ട് ശേഷം പിന്നീട് നിലവിളക്ക് പ്രിയങ്കയുടെ കയ്യിലേക്ക് കൊടുത്ത് അകത്തേക്ക് വരാനായി പറഞ്ഞുകൊണ്ട് ജയഭാരതി മുത്തശ്ശിയും പത്മാവതി അമ്മയും കൂടി അകത്തേക്ക് കയറി. ഈ സമയത്ത് വരുണും പ്രിയങ്കയും വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക വലതുകാൽ എടുത്തു വെച്ചതും വരുണം കൂടെ അകത്തേക്ക് കയറുന്ന നിമിഷം കൃത്യമായി സ്റ്റെപ്പ് കാണാൻ കഴിയാത്തത് കൊണ്ട് വരുൺ ചവിട്ടിയ ആ സമയത്ത് കാല് വഴുതി പോകുന്നു. വീഴാതിരിക്കാനായി വരുൺ വേഗം പ്രിയങ്കയുടെ തോളിലേക്ക് പിടിച്ചു. അപ്പോഴേക്കും പ്രിയങ്കയുടെ കയ്യിലിരുന്ന ആ നിലവിളക്ക് ആടി ഉലയുകയും കയ്യിലിരുന്ന ആ തിരി കെട്ടുപോവുകയും ചെയ്യുന്നു. ഈ കാഴ്ച കണ്ടതോടെ അവിടെ നിന്ന് ഊർമിളയ്ക്കും ചന്ദ്രശേഖരനുമെല്ലാം വലിയ സന്തോഷമാവുന്നു. പെട്ടെന്ന് പ്രിയങ്കയുടെ കയ്യിലെ നിലവിളക്ക് അണഞ്ഞു പോയതിന്റെ ആ ദുശകുനമെന്നോണം അവിടെ എല്ലാവരും ആ ഒരു അവസ്ഥയെക്കുറിച്ച് അപ്പോഴത്തെ ആ സംഭവത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഊർമിള തയ്യാറായി. കണ്ടില്ലേ ഏട്ടത്തി, കയ്യിലെ നിലവിളക്ക് പോലും അണഞ്ഞു പോയിരിക്കുന്നു, എന്തൊരു ശകുനമാണിത് എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് പരമേശ്വരൻ പറഞ്ഞു, അതെ, ഇതിന് പ്രത്യേകിച്ച് ശകുനത്തിന്റെ കാര്യമൊന്നും ആരും കണക്കാക്കേണ്ടതില്ല. ഇവിടെ ഇപ്പൊ എങ്ങനെയാണ് ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന നിലവിളക്ക് കെട്ടുപോയതെന്ന് എല്ലാവരും കണ്ടതല്ലേ. വരുൺ വീഴാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് ആ കുട്ടിയെ കയറി പിടിച്ചു. അതുകൊണ്ടല്ലേ, ആ കുട്ടിയെ പ്രിയങ്കയെ പിടിച്ചതുകൊണ്ടല്ലേ വരുൺ വീഴാതെ ഇരുന്നത്. അത് എല്ലാവരും കണ്ടതാണല്ലോ. ഇനി ഇതിനെ ചൊല്ലി ഒരു സംസാരം ഇനി ഇവിടെ വേണ്ട.
പത്മാവതി, താൻ വെറുതെ നോക്കി നിൽക്കാതെ ആ നിലവിളക്ക് ഒന്നുകൂടി തെളിയിച്ചു കൊടുക്കണോ എന്ന് പറഞ്ഞത്. ശരിയെന്ന് പറഞ്ഞ് പത്മാവതി പ്രിയങ്കയുടെ കയ്യിലിരുന്ന ആ നിലവിളക്ക് വീണ്ടും തെളിയിച്ചു. പ്രിയങ്ക വളരെ സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോൾ പത്മാവതി ജയഭാരതി മുത്തശ്ശിയും കൂടി എല്ലാവരും കേൾക്കെ പറഞ്ഞു, അതെ, കാര്യം വലുതാക്കി കാണണമെങ്കിൽ അങ്ങനെ കാണാം. അത് നമ്മുടെ കുടുംബത്തുള്ളവർ തന്നെ അതിന് മുൻകൈ എടുത്താൽ അതിനല്ലേ നേരം കാണൂ. പക്ഷെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു മംഗള കർമ്മമാണ് ഇതെന്നും ഇതിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണമെന്നും ചിന്തിക്കുന്നവരാണെങ്കിൽ പിന്നെ ഓരോ പ്രശ്നങ്ങളും ഊതി വീർപ്പിക്കാൻ ശ്രമിക്കില്ല എന്ന് ജയഭാരതി മുത്തശ്ശി പറഞ്ഞു. അത് കേട്ടതോടെ ഒന്നും മിണ്ടാതെ ഊർമിളയും റോഷിനിയും കൽപ്പനയും ഒക്കെ അങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി പ്രിയങ്കയോട് അകത്തേക്ക് കയറി വരാൻ അറിയിച്ചു. പ്രിയങ്ക സന്തോഷത്തോടെ ആ നിലവിളക്കുമായി അകത്തേക്ക് കയറുന്ന നിമിഷം ചന്ദ്രശേഖർ ഊർമിളയോട് പറഞ്ഞു, അതെ, നമ്മൾ എന്തായാലും ഇന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നതിന്റെ പേരിൽ നമുക്ക് വല്ലാത്ത നിരാശയുണ്ടെങ്കിലും ഈ വരുണിന്റെയും പ്രിയങ്കയുടെയും ജീവിതം അത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ തന്നെ കണ്ടില്ലേ അവർക്കിടയിലുണ്ടായ ഈ പ്രശ്നങ്ങളൊക്കെ. ഉടനെ തന്നെ ഈ വിവാഹബന്ധത്തിന് ഒരു പ്രശ്നമുണ്ടാകും, അല്ലെങ്കിൽ ഈ വിവാഹബന്ധം ഉടനെ തന്നെ അവസാനിക്കും, അത് തീർച്ചയാണ് എന്നൊക്കെ ചന്ദ്രശേഖർ ഉർവശിയോട് അറിയിച്ചു. എല്ലാം കേട്ട് നിന്ന ഉർവശി ശരിയെന്ന രീതിയിൽ തലകുലുക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ജയഭാരതി മുത്തശ്ശിയും പത്മാവതിയും കൂടി പ്രിയങ്കയോട് നിലവിളക്കുമായി നേരെ പൂജാമുറിയിലേക്ക് വരാനായി പറഞ്ഞു. അപ്പോഴാണ് വീട്ടിൽ മടങ്ങിയെത്തിയ രാധിക തന്റെ കണ്ണന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പരാതി പറയുന്നത്. ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചതും ഇതിന്റെ എല്ലാത്തിനും കാരണക്കാരനായി അവിടുന്ന് ഉണ്ടായിട്ടും എന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത പോലും ഇന്നേ വരെ തോന്നിയിട്ടില്ലല്ലോ. വരുണുമായിട്ടുള്ള തന്റെ വിവാഹം അല്ലെങ്കിൽ വരുണിനോടുള്ള തന്റെ സ്നേഹം മനഃപൂർവ്വം മറച്ചുവെച്ച് പ്രിയങ്കയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായതല്ലേ. മനസ്സിൽ മുള്ളു കുത്തിക്കീറുന്ന വേദനയോടെ നിന്ന് ഞാൻ ആ മണ്ഡപത്തിനരികിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടത്. എന്നെ സ്നേഹിച്ച വരുണിന് പ്രിയങ്കയെ ഭാര്യയാക്കി കൊടുക്കേണ്ടി വന്നത് എല്ലാ സത്യങ്ങളും മറച്ചു പിടിച്ച് മനസ്സിലുണ്ടായ വേദനയെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ നിന്നിട്ടും ഭഗവാനെ, അവസാനം നീ എന്തിനാണ് ഇങ്ങനെ ഒരു വിധി എനിക്ക് തന്നത് എന്ന് ചോദിച്ച് ഭഗവാനോട് പരാതി പറഞ്ഞ് രാധിക അങ്ങനെ ഇരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് യശോദ എത്തി. മോളെ, നീ എന്തിനാ ഭഗവാനോട് ഇങ്ങനെ പരാതിപ്പെടുന്നത്? എന്നും നിന്റെ സങ്കടങ്ങൾ കരുതി വരുത്തിയത് ഭഗവാൻ തന്നെയാണ്. എന്തായാലും അമ്മയോട് മോള് ക്ഷമിക്ക്. നിന്റെ മനസ്സിന്റെ വേദനയും നിന്റെ ഈ സങ്കടങ്ങളും ഒന്നും കാണാനോ നിന്റെ കഴുത്തിൽ നിന്ന് താലി അറ്റുപോകുന്നത്, നിന്റെ കഴുത്തിലെ ആ താലി പൊട്ടിച്ചെടുക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നവളാണ്. ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ നിന്റെ അച്ഛമ്മയുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കേണ്ടി വന്നു എനിക്ക്. അവരുടെ ഇച്ഛയ്ക്കൊപ്പം അവരാഗ്രഹിച്ചതുപോലെ അതിനെല്ലാത്തിനും കൂട്ടു നിൽക്കേണ്ടി വന്നു എനിക്ക്. എന്റെ പൊന്നുമോള് ഈ അമ്മയോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് യശോദ രാധികയുടെ കാലിൽ വീഴാൻ തുടങ്ങുമ്പോ രാധിക വേഗം ചാടി എഴുന്നേറ്റ് യശോദയോട് പറഞ്ഞു, അമ്മ എന്താ ഈ കാണിക്കുന്നത്? അതിന് അമ്മ എന്ത് തെറ്റാ ചെയ്തത്? അമ്മ എന്റെ മുന്നിൽ ഇങ്ങനെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് രാധിക പത്മാവതിയോട് വിഷമത്തോടെ തന്റെ യശോദാമ്മയോട് സങ്കടത്തോടെ സംസാരിച്ചു. അപ്പോഴേക്കും ഉടനെ തന്നെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ട് അരികിലേക്ക് എത്തിയ യശോദയോട് വീണ്ടും കാർത്തിക, ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടന്നതിന്റെ പേരിൽ ഇതുപോലെയൊക്കെ ഉണ്ടായെങ്കിലും പ്രിയങ്കയുടെ ജീവിതം മംഗളകരമായി മുന്നോട്ട് നീങ്ങണമെന്നും പ്രിയങ്കയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്നും മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് രാധിക യശോദയോട് പറയുമ്പോൾ യശോദ പറഞ്ഞു, മോളെ, നിന്റെ അച്ഛന് വേണ്ടിയാണ് നീ ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയാം. നിന്റെ അച്ഛന്റെ ജീവൻ അതാണ് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ആ ജീവനൊരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയാണല്ലോ നീ ഇങ്ങനെയെല്ലാം ചെയ്യാൻ തയ്യാറായതും. എങ്കിലും എന്റെ പൊന്നു മോളോട് അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, നിന്നെ ദൈവം പരീക്ഷിക്കുകയാണ് എന്നാണ് അമ്മ കരുതുന്നത്. ഇത്രയൊക്കെ പരീക്ഷണങ്ങൾ നിനക്ക് തന്നാലും എന്തായാലും ഇതിനെല്ലാത്തിനും അവസാനം എന്റെ പൊന്നുമോൾക്ക് ആരും പ്രതീക്ഷിക്കാത്ത സന്തോഷം ദൈവം നൽകിയിരിക്കും. ആർക്കും നൽകിയിട്ടില്ലാത്ത അനുഗ്രഹവും എന്റെ പൊന്നുമോൾക്ക് നൽകും. ഈ അമ്മയ്ക്ക് അത് ഉറപ്പാണ്. ഇന്നേ വരെ ഒരു കുടുംബത്തിൽ സംഭവിക്കാത്തതാണ് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നുമോള് കരയരുത്. എന്റെ മോളുടെ സങ്കടങ്ങളും കണ്ണുനീരും ഒപ്പാൻ ഭഗവാൻ മോൾക്ക് ഇതിനെല്ലാത്തിനും, ഈ വേദനകൾക്കെല്ലാത്തിനും പരിഹാരമായി ആരും പ്രതീക്ഷിക്കാത്ത സമ്മാനങ്ങൾ തന്നെ എന്റെ പൊന്നുമോൾക്ക് നൽകും എന്ന് പറഞ്ഞ് യശോദ പ്രിയങ്കയെ കെട്ടിപ്പിടിച്ചു.
അങ്ങനെ യശോദയുടെ ആ നെഞ്ചിലേക്ക് ചേർന്ന് തന്റെ സങ്കടങ്ങൾ കരഞ്ഞു തീർക്കാനായി രാധിക യശോദയുടെ നെഞ്ചിൽ ചേർന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. രാധികയുടെ വിഷമങ്ങൾ അമ്മ തന്റെ വാക്കുകൾ കൊണ്ട് ഒപ്പിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പ്രിയങ്ക കണിമംഗലത്തെത്തിയതിനു ശേഷം തന്റെ സിനിമ ലോകത്തേക്കുള്ള തന്റെ കാൽവയ്പ് ഇനി ഈ വീട്ടിൽ നിന്നാണ്. എന്തായാലും എത്രയും വേഗം എനിക്കൊരു ഫിലിം സ്റ്റാർ ആകണം. ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയേക്കാളും ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൽ അറിയപ്പെട്ട ഫിലിം സ്റ്റാറുകളിൽ ഒന്നാമതായി എനിക്കും എത്തിച്ചേരണം. എൻ്റെ പിന്നാലെ അങ്ങനെ ആരാധകർ ഓടി വരുന്നത് എനിക്ക് കാണണം എന്നൊക്കെ ആ മോഹമെല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് അങ്ങനെ അതെല്ലാം സ്വപ്നം കണ്ട് പ്രിയങ്ക കണിമംഗലത്ത് നിന്നും. അപ്പോഴാണ് ബിജുക്കുട്ടൻ വരണ്ട കണ്ണിലെ ആ കെമിക്കൽ സ്പ്രേ ചെയ്തതിന് ഇനി കണ്ണിന്റെ കാഴ്ച തിരികെ കിട്ടുന്നതിന് വേണ്ടി ബിജുക്കുട്ടൻ തന്നെ ഡോക്ടറെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞ് മരുന്നുമായി എത്തിയത്. ആ മെഡിസിൻ വരുണിന്റെ കണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നു. വരുൺ അപ്പോഴേക്കും ബിജുവിനോട് ചോദിച്ചു, അല്ല ഇതിപ്പോ എപ്പോഴത്തേക്ക് തീരും? ഇപ്പൊ എന്നെ കാണുന്ന ഞാനോ എന്റെ മുന്നിൽ വരുന്ന ആളുകളെ 3, 4 ഒക്കെ ആയിട്ടാ കാണുന്നത്. ഇനി എപ്പോഴാടാ ഇതിനൊരു മാറ്റം ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചപ്പോ ബിജുക്കുട്ടൻ പറഞ്ഞു, സാരമില്ല, താമസിയാതെ എല്ലാം മാറിക്കോളും. ഡോക്ടർ അങ്ങനെയാ പറഞ്ഞത്. ഇതിന് കുറച്ച് നീറ്റിലൊക്കെ ഉണ്ട് ഈ മരുന്നിന്. എങ്കിലും അരമണിക്കൂർ ഇടവിട്ടത് കണ്ണിൽ ഒഴിക്കണം. അത് കഴിഞ്ഞാ പെട്ടെന്ന് ഈ ഒരു അവസ്ഥ മാറുവന്നേ എന്ന് പറഞ്ഞപ്പോ ബിജുവിനോട് വരുൺ പറഞ്ഞു, എന്തായാലും സാരമില്ല, പ്രിയങ്കയോട് ഇക്കാര്യം പറയണ്ട എന്ന് പറഞ്ഞപ്പോ ഉടനെ ബിജു ചോദിച്ചു, അതിനെന്താ പ്രശ്നം? നിങ്ങളുടെ മണിയറിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇക്കാര്യം പറയുന്നത് കൊണ്ട് എന്താ കുഴപ്പമുള്ളത്? അത് മാത്രമല്ല, ഇപ്പോ വേറെ ഒരു പെണ്ണിനെ അല്ലല്ലോ പോയി പിടിക്കാൻ പോകുന്നത്. കണ്ണ് കാണാതിരുന്നിട്ട് സ്വന്തം പെൺകുട്ടിയെ തന്നെയല്ലേ കടന്നു പിടിക്കുന്നത്. അതിൽ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതിന് ഇവിടെ എല്ലാവരും അനുമതി തന്നതല്ലേ, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ഉടനെ വരുൺ പറഞ്ഞു, നീ വൃത്തികേട് പറയാതെ മാറി നിൽക്കുന്നുണ്ടോ? എന്റെ അടുത്ത് നിന്നാണ്ടല്ലോ നിനക്കിട്ട് ഞാൻ നല്ല സമ്മാനം തരും ഞാൻ എന്ന് പറഞ്ഞതും വരുണോട് ബിജു പറഞ്ഞു, അതെ, എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നാലേ ആ നിമിഷം തന്നെ ഞാൻ ഇവിടുന്ന് മാറിക്കളയും. അപ്പൊ പിന്നെ കണ്ണ് കാണാൻ പാടില്ലാത്ത ആള് എങ്ങനെയാ എന്നെ എന്തേലും ചെയ്യുക? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പോ ഇക്കാര്യം പ്രിയങ്കോട് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, പിന്നെ മണിയറയിലേക്ക് വരുമ്പോഴേ എനിക്ക് കണ്ണ് കാണാൻ പാടില്ലെന്നല്ലേ ഞാൻ പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഉടനെ ബിജുവിനോട് വരുൺ അങ്ങനെ ചോദിച്ചത് കേട്ട് ബിജു പറഞ്ഞു, അതിനിപ്പോ എന്താ പ്രശ്നം? അതിലിത്ര നാണക്കേട് തോന്നേണ്ട കാര്യമൊന്നും തന്നെ ഇല്ലല്ലോ. ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി തന്നത് പ്രിയങ്കയുടെ കൂട്ടുകാർ തന്നെ. സാധാരണ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നതിന്റെ കാരണവും അതും അറിയാമല്ലോ. സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന കാര്യമെങ്കിലും മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ ഇവിടെ ഇതുപോലെയെല്ലാം സംഭവിച്ചതിന്റെ പിന്നിലുള്ള കാരണം നമുക്ക് പണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ. ഇന്നത്തെ കാലത്ത് എന്തെല്ലാം കല്യാണങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത്. അതിന് ന്യൂ ജനറേഷൻ പല കോപ്രായങ്ങളും കാണിക്കുന്നുണ്ട്. പെൺകുട്ടിക്കിട്ടും അവിടുത്തെ വരനിട്ടും വധുവിനിട്ടും ഒക്കെ പല രീതിയിൽ പണി കൊടുത്ത്. എന്നാൽ ഇത് ആദ്യമായിട്ടുള്ള കാര്യമാണ് ഇതുപോലൊരു പണി കിട്ടുന്നത്. അതും സ്വന്തം വരനിട്ട് തന്നെ ഇതുപോലൊരു പണി കൊടുക്കുന്നത്. അതൊക്കെ ഇത് ആദ്യമായി സംഭവിക്കുന്നതാണ്. അതാണ് എനിക്ക് അതിശയം എന്ന് പറഞ്ഞപ്പോ ഇതെല്ലാം കേട്ട് നിന്ന ആകെ ദേഷ്യത്തിൽ അങ്ങനെ നിന്ന വരുൺ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിച്ചോളാൻ, ഇല്ലെങ്കിലുണ്ടല്ലോ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ എന്ന് പറഞ്ഞപ്പോ വിജു പറഞ്ഞു, ശരി, ഇന്ന് എന്നെ ഇനി എന്തേലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വരുണേ, ഇപ്പോ ഈ മരുന്ന് ഒഴിച്ച് ഇവിടെ കിടന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രിയങ്കയുടെ കൂട്ടുകാരിയല്ലേ ഇങ്ങനെയൊക്കെ ഓരോ പണി കാണിച്ചത്. അക്കാര്യം പ്രിയങ്കയോട് പറയുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ബിജു അങ്ങനെ സംസാരിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് താഴെ കൽപ്പന തന്റെ ഫോണിൽ ഒരു കോള് വന്നതനുസരിച്ച് കണ്ട് അത് സംസാരിക്കാനായി അതുമായിട്ട് പോകുമ്പോൾ അവിടേക്ക് എത്തിയ പ്രിയങ്ക ചോദിച്ചു, ഏട്ടത്തി, എൻ്റെ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം. റൂം എവിടെയാ, ഏത് റൂമാ എന്ന് ചോദിച്ചപ്പോൾ കൽപ്പന പറഞ്ഞു, നീ എന്താ എന്നെ വിളിച്ചത്? നീ ഇങ്ങനെ നീട്ടി വലിച്ചപ്പോ വിളിച്ചല്ലോ ഏട്ടത്തിന്ന്, ആ വിളിയൊന്നും ഇനി വേണ്ട എന്ന് പറഞ്ഞപ്പോ പ്രിയങ്ക ചോദിച്ചു, പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു, അതെ, എന്നെ പേര് വിളിച്ചാൽ മതി. എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. എന്നെ പേര് വിളിക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇപ്പോ എന്നോട് ചോദിച്ച ചോദ്യം ഇവിടെയുള്ള വേറെ ആരോടെങ്കിലും ചോദിച്ചോ? പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാ, എന്റെ നേരെ ഇവിടുത്തെ കൊച്ചു ഇളയ മരുമകളാണെന്നുള്ള ആ ധിക്കാരം കാട്ടലും
ആ ഒരു അധികാരത്തിലൊന്നും എന്നോട് സംസാരിക്കാനും വരാനൊന്നും നിൽക്കണ്ട. മനസ്സിലായോ? കാരണം ഞാൻ നിന്നെ പോലെയുള്ള ഒരു സ്ഥലത്തൊന്നല്ല വന്നിരിക്കുന്നത്. ഉം. എല്ലാം എഴുതിക്കൂട്ടി തൂക്കി നോക്കിയാൽ ഈ കളിമംഗലത്തുകാരെക്കാളും ഉണ്ട് എന്റെ വീട്ടുകാരുടെ ആസ്തി. മനസ്സിലായോ? നീ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് നിൽക്കേണ്ടിടത്ത് നിന്നാൽ നിനക്ക് കൊള്ളാം. എന്നോട് ആ ബഹുമാനവും നീ കാണിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കൽപ്പന വലിയ ഗൗരവത്തിൽ സംസാരിക്കുമ്പോൾ അവിടേക്ക് മുത്തശ്ശിയും പത്മാവതിയും കൂടി എത്തി. ഉടനെ പത്മാവതി ചോദിച്ചു, എന്താ എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉടനെ പത്മിനിയുടെ ചോദ്യം കേട്ട് പ്രിയങ്ക പറഞ്ഞു, അത് പിന്നെ ഞാൻ ഏട്ടത്തിയോട് ചോദിച്ചതാണ് എന്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള റൂം ഏതാന്ന്. അതിന് ഇനി ഏട്ടത്തിന്ന് വിളിക്കണ്ട എന്നാണ് എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോഴേക്കും ജയഭാരതി പറഞ്ഞു, അവളങ്ങനെയൊക്കെ പറയും, മോള് ഏട്ടത്തിന്ന് തന്നെ വിളിച്ചാൽ മതി. പിന്നെ അവൾ അതിനെന്തേലും പറഞ്ഞ അപ്പൊ തന്നെ എന്റെ അടുത്തോട്ട് വന്ന് എന്നോടോ പത്മിനിയോടോ മോള് അക്കാര്യം പറഞ്ഞിരിക്കണം. വിഷമമൊന്നും മോള് മനസ്സിൽ കൊണ്ടു നടക്കരുത്. പിന്നെ എന്ത് കാര്യമുണ്ടേലും അത് മറച്ചു വെക്കുകയും ചെയ്യരുത്. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ മോൾക്ക് മനസ്സിലാവും കേട്ടോ എന്ന് ജയഭാരതി മുത്തശ്ശി പ്രിയങ്കയോട് പറഞ്ഞു. അതെല്ലാം കേട്ട് ശരിയെന്ന് പറഞ്ഞതും പത്മിനി പറഞ്ഞു, എന്നാ മോള് വാ, ഞാൻ കാണിച്ചു തരാം മോൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂം ഏതാന്ന് എന്ന് പറഞ്ഞ് പത്മിനി പ്രിയങ്കയെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ വിളിച്ചോണ്ട് പോകാൻ വരട്ടെ, ഡ്രസ്സ് മാറാൻ വരട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ പത്മിനിയും പ്രിയങ്കയും ഞെട്ടിത്തെറിച്ച് നോക്കുമ്പോൾ ജയഭാരതി പറഞ്ഞു, അതെ, അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ. കാരണം ഇപ്പോ ഇവിടുന്ന് പോയി കഴിഞ്ഞാലേ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ വേഷത്തിൽ തന്നെ വേറൊരു ചടങ്ങ് കൂടി നടത്താനുണ്ട്. അത് കേട്ടതോടെ പത്മിനി അതിശയത്തോടെ നോക്കി. അപ്പോഴേക്കും പത്മിനിയോട് മുത്തശ്ശി പറഞ്ഞു, അതെ, താലി പൂജയുണ്ട് ഇവിടുത്തെ പൂജാമുറിയില്. അമ്മായിയമ്മ തന്നെ താലി വാങ്ങിച്ച് പൂജാമുറിയിൽ വെച്ച് അതൊന്ന് പൂജിച്ച് അത് മോൾക്ക് തിരിച്ചു നൽകും. അങ്ങനെ ഒരു താലി പൂജ അത് ഈ കുടുംബത്തെ ആചാരമാണ്. അതോടെ കഴിഞ്ഞിട്ടാണ് മോളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും പത്മിനി പറഞ്ഞു, അയ്യോ അമ്മേ, ഞാൻ അക്കാര്യം അങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞപ്പോ ഉടനെ ജയഭാരതി മുത്തശ്ശി പറഞ്ഞു, ആ അതിനാണ് ഇതുപോലെയുള്ള കാരണവന്മാർ കുടുംബത്ത് ഉണ്ട് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള കാരണവന്മാർ കുടുംബത്തുണ്ടെങ്കിൽ ഇത്തരം ചടങ്ങുകളൊക്കെ മുറ പോലെ തന്നെ നടത്തിക്കുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ പത്മിനി പറഞ്ഞു, ആ അത് ശരി തന്നെയാ. എന്നാ ഞാൻ വേഗം പോയി പൂജാമുറിയിലെ ആ താലി പൂജ നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി വെക്കട്ടെ. അതിനുശേഷം മോള് വന്നാ മതി കേട്ടോ എന്ന് പറഞ്ഞ് പത്മിനി വേഗം പൂജാമുറിയിലേക്ക് പോയി. അപ്പോഴേക്കും മുത്തശ്ശിയും പറഞ്ഞു, മോളിവിടെ നിൽക്ക്, ഞാനും കൂടെ പോയി വേഗം അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ജയഭാരതി മുത്തശ്ശിയും അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് പ്രിയങ്ക ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതെ, എനിക്കറിയാം, ഇപ്പൊ തന്നെ വിടാട്ടോ, താലിപൂജ കഴിഞ്ഞ ഉടനെ തന്നെ അവന്റെ അടുത്തേക്ക് വിടാവേ. കാരണം നിങ്ങൾ രണ്ടുപേരും നേരത്തെ പ്രണയത്തിലാണെങ്കിലും അധികമൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ രണ്ടുപേരും. അതിന് ഇനി ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് പോയി. അപ്പോഴേക്കും പ്രിയങ്ക ആലോചിച്ചു, ദൈവമേ, ഇനി താലി പൂജ കൂടി കഴിഞ്ഞാൽ ഞാനാണ് ഈ വീട്ടിലെ മഹാറാണി. അങ്ങനെ ആലോചിച്ചുകൊണ്ട് പ്രിയങ്ക ഇനി വേണം എൻ്റെ സ്വപ്നങ്ങളൊക്കെ എനിക്ക് സഫലമാക്കിയെടുക്കാൻ എന്നെല്ലാം മനസ്സ് ചിന്തിച്ചുകൊണ്ട് പ്രിയങ്ക അങ്ങനെ നിന്നു. ഇനി താലി പൂജ കൂടി കഴിയണം എന്ന് പറഞ്ഞ് വേഗം പ്രിയങ്ക തൻ്റെ കഴുത്തിൽ കിടന്ന ആ താലിയിലേക്ക് മഞ്ഞച്ചരടിലേക്ക് കൈയെത്തിച്ചു. ആ മഞ്ഞച്ചരട് പിടിച്ച് തൻ്റെ താലി എടുത്ത് നോക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ വെറും ഒരു മഞ്ഞച്ചരട് മാത്രമാണ് തൻ്റെ കഴുത്തിലുള്ളതെന്നും അതിലുണ്ടായിരുന്ന താലി കാണാനില്ല എന്നും പ്രിയങ്കയ്ക്ക് മനസ്സിലായത്. പ്രിയങ്ക വീണ്ടും തൻ്റെ ആ മഞ്ഞച്ചരടിൽ കിടന്നിരുന്ന താലി എവിടെയെന്ന് അവിടെ തൻ്റെ ദേഹത്ത് കിടന്ന ആഭരണങ്ങളിലെല്ലാമായിട്ട് തൊട്ടു നോക്കി. അപ്പോഴേക്കും ആ മഞ്ഞച്ചരട് മാത്രമേ തൻ്റെ കഴുത്തിലുള്ളൂ എന്നും താലി ആ കഴുത്തിലൊന്നും കാണുന്നില്ല എന്ന് എല്ലാ മാലയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പ്രിയങ്ക നോക്കി. തൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും മുടക്കി കിടപ്പുണ്ടോ എന്നുകൂടി പ്രിയങ്ക പരിശോധിച്ചു. എങ്ങും തന്നെ അത് കാണാതായതോടെ പ്രിയങ്കയ്ക്ക് ആകെ ടെൻഷനാകുന്നു.